ആഷിക്ക് ഈ മത്സരിക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യം ആരും തീരുമാനിച്ചിട്ടില്ലല്ലോ എന്നാണ് ജോസ് കെ മാണി ഇന്നും പറയുന്നത്. അപ്പോൾ ഈ ആശയക്കുഴപ്പം തീർക്കാനുള്ള ശ്രമം ജോസ് കെ മാണിയിൽ നിന്നുണ്ടാവുകയാണോ? ജോസ് കെ മാണി അതിനാണ് ശ്രമിക്കുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെയും ചില രാഷ്ട്രീയപരമായ ചില പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഉടലെടുത്തിട്ടുണ്ട്. അത് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ടാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നത്. UDF-ൽ പോകണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വിഭാഗം നേതാക്കളും അണികളും കേരള കോൺഗ്രസ് എമ്മിനുണ്ട്. എന്നാൽ ഇടതുപക്ഷത്ത് തന്നെയാണ് നിൽക്കേണ്ടതെന്ന അഭിപ്രായം മറ്റു വിഭാഗത്തിനുണ്ട്. ഈ അടിസ്ഥാന പ്രശ്നത്തിൽ ഊന്നിക്കൊണ്ടാണ് പാലായിലെ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള ഇപ്പോഴത്തെ വിവാദങ്ങൾ വികസനം പ്രാപിക്കുന്നത്. റോഷി അഗസ്റ്റിനെ അനുകൂലിക്കുന്ന ആളുകൾ ഇടതുപക്ഷത്ത് നിൽക്കണം എന്ന നിലപാടെടുക്കുന്നവരും എന്നാൽ UDF-ലേക്ക് പോകണമെന്ന് താല്പര്യപ്പെടുന്നവരാണ് റോഷി അഗസ്റ്റിനെ വിമർശിക്കുന്നത്. തങ്ങൾ ചെയർമാന്റെ പക്ഷത്താണ്, ചെയർമാനെ കടന്നുകൊണ്ട് ആരും അഭിപ്രായം പറയേണ്ട എന്ന അഭിപ്രായം പറയുന്ന ഈ ജയകൃഷ്ണൻ പുതിയ അടക്കമുള്ള നേതാക്കൾക്ക് UDF-ൽ പോകണമെന്ന താല്പര്യം കൂടിയുണ്ട്. ആ ഒരു രാഷ്ട്രീയ പ്രശ്നത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ആശയ ഭിന്നതയും കേരള കോൺഗ്രസ് എമ്മിലെ അഭിപ്രായ ഭിന്നതയും രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് ഇത് പാലായിലെ മത്സരവുമായി ബന്ധപ്പെട്ട് കേവലമായ ഒരു പ്രശ്നമല്ല. അത് കേരള കോൺഗ്രസ് എം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്ത് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണം എന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ ഉയർന്നിരിക്കുന്ന ഒരു ആശയ പ്രശ്നമാണ്. ആ ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് നേതാക്കളും ഒരുമിച്ച് തങ്ങളുടെ ഒരു നിലപാടിൽ വ്യക്തത വരുത്തണം. പക്ഷേ അതിന് ഗുണകരമായ രീതിയിലുള്ള പ്രതികരണമല്ല റോഷി അഗസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇന്നലെ തന്നെയും അദ്ദേഹം വളരെ കടന്നുള്ള ചില പ്രയോഗങ്ങളടക്കം ഉപയോഗിക്കുന്നു. ഇന്നലത്തെ അദ്ദേഹത്തിന്റെ ബൈറ്റ് കേട്ടാൽ മനസ്സിലാവും. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു 106 വയസ്സുള്ള ഒരു അമ്മച്ചിയുണ്ട്, അമ്മച്ചി മരിക്കുവോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്നെ പറയും എന്നാണ് പുള്ളി ചോദിക്കുന്നത്. പുള്ളിയുമായി ബന്ധപ്പെട്ട് റോഷി അഗസ്റ്റിനുമായി ബന്ധപ്പെട്ട അടുത്തുള്ള ആളുകൾ പറയുന്നത് അതൊരു ഇടുക്കിക്കാരുടെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇടുക്കിക്കാരുടെ ഒരു ശൈലിയിൽ പ്രതികരിക്കുന്നതാണെന്നാണ്. പക്ഷേ അത്തരം അപക്വമായ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ട് പാർട്ടി ചെയർമാനെ മറികടക്കാനുള്ള ശ്രമം റോഷി അഗസ്റ്റിൻ നടത്തുന്നു എന്ന് പാർട്ടിക്കുള്ളിൽ UDF-ലേക്ക് പോകണമെന്ന് താല്പര്യമുള്ള പ്രവർത്തകരും അണികളും അഭിപ്രായപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഏറ്റവും പക്വമായും കൃത്യമായും നിലപാടെടുക്കാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ